ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹ ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണഭൂതരായ വരൻ ലിൻജോ മാത്യു, വധു ജിൻസി മറിയം ജോർജ് കുട്ടി, അവരുടെ മാതാപിതാക്കൾ യഥാക്രമം മാത്യു, അന്നമ്മ, ജോർജ് കുട്ടി, സാലി, അവരുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് എന്നോട് ആദരവ് കാണിക്കുന്ന ലിജ, ജൻസൺ, മറ്റ് ബന്ധുമിത്രാദികളെ, സഹോദര സഹോദരികളെ, ഈ ദേവാലയത്തിൽ വെച്ച് ലിൻജോയും ജിൻസിയും വിവാഹമെന്ന കൂദാശയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അനർഘമായ നിമിഷമാണല്ലോ. മക്കളെ, എല്ലാവരുടെയും നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും ആശംസകളും ഞാൻ നേരുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, ലിൻജോയുടെ കുടുംബത്തെ എനിക്ക് പ്രത്യേകം പരിചയമുണ്ട്. ഒരു വലിയ സ്നേഹബന്ധം കെട്ടി ഉറപ്പിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. അവർ പഠിക്കുന്ന കാലം മുതൽ തന്നെ വിശ്വാസത്തിൽ വളരുന്നതിനും അവർ പഠിച്ചു മിടുക്കരായി തീർന്നുകൊണ്ട് ഈ ലിൻജോയും തൻ്റെ സഹോദരിയും അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അനുഗ്രഹത്തോടെ അവരെ ആശീർവദിച്ച് കയറ്റുന്നതിനൊക്കെ എനിക്ക് സാധിച്ചിട്ടുള്ളത് സ്നേഹത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. മക്കളെ, ദൈവം നൽകുന്നതാണല്ലോ കുടുംബജീവിതം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബജീവിതം. എന്താണ് കുടുംബം? ആധുനിക ലോകത്തിലെ കുടുംബജീവിതം എന്താണ് മക്കളെ? ഞാൻ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളവനാണ്. കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെയും നിങ്ങളോടൊക്കെ പ്രസംഗിക്കാറുണ്ട്. യഥാർത്ഥ കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹം പരസ്പരം കൈമാറുന്നതാണ്. ദയവായിട്ട് ഫോട്ടോ എടുക്കുന്നവര് ഒരു സൈഡിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ പ്രസംഗം നിർത്തുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കും. കുടുംബജീവിതം അത് ധന്യമാകണമെങ്കിൽ സ്നേഹത്തിലൂടെ കെട്ടിപ്പടുത്ത ഒരു കുടുംബജീവിതത്തിന്റെ ആകണം. ആ സ്നേഹം എവിടുന്ന് കിട്ടുന്നു? മാതാപിതാക്കന്മാരിൽ നിന്ന്. അവര് സ്നേഹിച്ചതിന്റെ ഫലമാണ് ഞാൻ നിങ്ങൾ ഉൾപ്പെടെ ഈ ലോകത്തിൽ കാണപ്പെടുന്നത്. ആ സ്നേഹം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതാണല്ലോ നിങ്ങൾ. 2 അക്ഷരമേ ഉള്ളൂ, പക്ഷെ അതിന് വലിയ വ്യാപ്തിയുണ്ട്, അർത്ഥമുണ്ട്. ആധുനിക ലോകത്തിൽ ആ അക്ഷരത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ദൈവം ആദി മാതാപിതാക്കളെ അതിലാണ് യോജിപ്പിച്ചത്. അവര് തമ്മിൽ സ്നേഹിച്ചു. അവരുടെ സ്നേഹം ദൈവം കണ്ടു. വിളിച്ച് ചോദിച്ചല്ലോ, മോനെ, നിനക്ക് ഇവളെ ഇഷ്ടമാണോ? കള്ളം പറയാമോ? ഇല്ല, ഇഷ്ടമാണ്.
മോളെ, നിനക്കിവനെ ഇഷ്ടമാണോ? ഇഷ്ടമാണ് കർത്താവേ. ആ ഇഷ്ടത്തിൽ ഈ രണ്ട് മക്കളുടെയും, ആദാമിന്റെയും ഹവ്വയുടെയും കൈകൾ സൃഷ്ടാവായ ദൈവത്തിന്റെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചു. ആ തോട്ടത്തിലെല്ലാം കറങ്ങിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തെ മണൽത്തരി പോലെ നിങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും. ആ ദൈവത്തിന്റെ അനുഗ്രഹമാണല്ലോ നിങ്ങളും ഞാനും ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. അങ്ങനെയാണ് മനുഷ്യവർഗത്തെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. നിങ്ങൾക്കും ആ വലിയ സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ വലിയ വളർച്ച, നിങ്ങളുടെ കുടുംബം വേറൊരു തലമുറയിലേക്ക് മക്കളെ നിങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, സഭ ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ കുടുംബം ഇഷ്ടപ്പെടുന്നു. അതിനു വേണ്ടി നിങ്ങൾ ഒന്ന് ചേർക്കപ്പെടുകയാണ്. ഇവിടെ വായിച്ചു കേട്ടല്ലോ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം. കർത്താവ് അവരെ യോജിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഇനിയും നിങ്ങൾ രണ്ടല്ല ഒന്നാകുന്നു. തീർന്നില്ല. ഒന്നെന്ന് പറഞ്ഞങ്ങ് നിർത്തിയാൽ പോരെ. ഒരു ശരീരമാകുന്നു മക്കളെ. നിങ്ങൾ ഒരു ശരീരമാണോ? ദൈവം നിങ്ങൾക്ക് തരുന്ന പ്രത്യേകം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇനിയും ഒരു ശരീരമാകുന്നു. ആലോചിക്കുന്നതും തീരുമാനിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ അവിടെ ശണ്ടയാണ്, വഴക്കാണ്, സംശയമാണ്, രോഗമാണ്. ക്ഷമിക്കാനും പൊറുക്കാനും, ചിലതൊക്കെ കണ്ടെന്നും കേട്ടില്ലെന്നും ഒക്കെ നടിക്കുവാനും സാധിക്കുമോ? ഇവിടെ ഇരിക്കുന്ന അപ്പന്മാരോടും അമ്മമാരോടും ചോദിച്ചു നോക്കുക. കുടുംബജീവിതം സ്നേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥനയുടെ കുടുംബമായിരിക്കണം. ഏത് ജോലി ഏത് സ്ഥാനത്തായിക്കൊള്ളട്ടെ, ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, കുടുംബത്തിൽ അല്പസമയം ഒരു തിരി കത്തിച്ചു വെച്ച് ദൈവത്തിന്റെ വചനം അല്പസമയം വായിച്ച് പ്രാർത്ഥിച്ച് മക്കൾക്ക് അതിൻ്റെ പൊരുൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ തോൽക്കും. ആ മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, മക്കളെ ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നു, ഞാൻ അതുപോലെ മോനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് അമ്മയ്ക്ക് അപ്പന് പറയാൻ കഴിയുമോ? അതിനൊക്കെ ഇന്ന് കുറവുകൾ വരുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുന്ന സമയമാണല്ലോ സഹോദരങ്ങളെ. ഒന്നായി കാണുവാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. നിങ്ങളുടെ മാതാപിതാക്കന്മാരിവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ എത്രയധികം സ്നേഹിക്കുന്ന മാതാപിതാക്കൾ എന്നെ പലപ്പോഴും കാണുവാൻ എൻ്റെ അരമനയിൽ വന്നുകൊണ്ട് എന്നെ കാണും. എനിക്ക് വലിയ സന്തോഷമാണ് ആ കുടുംബത്തെ കാണുന്നത്. ഞാൻ ചെയ്യുന്നത് പോലെയുള്ള ജോലികൾ ഈ മക്കൾ രണ്ടുപേരും എന്നോട് ചേർന്നുകൊണ്ട് ചെയ്യുന്നത് ഇവിടെ ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവ അനുഗ്രഹത്തിൻ്റെ ആരംഭമാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ അനുഗ്രഹം സമർത്ഥമായി നിങ്ങൾക്കും ഈ കുടുംബത്തിനും ഉണ്ടാകട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന ആ വീട് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും ഇരുമ്പ് കൊണ്ടും തടി കൊണ്ടുമല്ല, സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും പരസ്പര ധാരണ കൊണ്ടും ക്ഷമിച്ച് പൊറുത്ത് ഒരു ജീവിതം, വീട് കെട്ടിപ്പടുക്കുവാൻ മക്കളെ നിങ്ങൾക്കിടയാകട്ടെ.
നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം എന്ന് പറയാനാണ് ഞാൻ വന്നത്. ഈ വീട് കെട്ടിപ്പടുക്കുമ്പോൾ അടുത്തിരിക്കുന്ന മാതാപിതാക്കന്മാർ അവര് ഹൃദയം നിറഞ്ഞ് നിർവൃതിയിലാണ്. അവരുടെ ജീവിത സാഫല്യം മക്കളെ ജനിപ്പിച്ച് വളർത്തി ഒരു സ്ഥിതിയിലാക്കി ഒരു വിവാഹത്തിലൂടെ ഒരു കുടുംബത്തിൽ ഏൽപ്പിക്കുമ്പോൾ അത് പൂർണ്ണതയായി തീരുകയാണ്. മക്കളെ, അവർ നിങ്ങൾക്ക് കാണപ്പെടുന്ന ദൈവങ്ങളാണ്. അവരുടെ പ്രായം ആധിക്യം വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞെന്ന് എടുത്തെന്നൊക്കെ വരാം. അതൊക്കെ മറന്നുകൊണ്ട് അവരെ ദൈവതുല്യം സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹം മാതാപിതാക്കൾക്കും മാതാപിതാക്കളുടെ സ്നേഹം മക്കൾക്കും കൊടുത്തുകൊണ്ട് വളരുവാൻ ഇടയാകട്ടെ. വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഈ മക്കൾക്ക് രണ്ടുപേർക്കും എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനയും സ്നേഹവും കുടുംബജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശേഷിക്കുന്ന കൂദാശയുടെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും വാനിൽ നിന്നോരു മകുടം കർത്തൻ കയ്യാലിറങ്ങി മണവാളനെ ശ്രേഷ്ഠാചാര്യൻ അണിയിക്കും മകുടം രമ്യം. അണിക്കും മകുടം
കർത്താവ് നിന്നെ നീതിയുടെ കിരീടം അണിയിക്കുകയും അനശ്വരതയുടെ അലങ്കാരങ്ങളാൽ വിഭൂഷിതനാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. നീതിയുടെ കിരീടവും അനശ്വരതയുടെ മോഹിനി അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാക്കട്ടെ. ശ്ലീബായുടെ ഈ ചിഹ്നം ആശീർവദിക്കപ്പെടുന്നു. പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിലും ശുഭചിഹ്നം
മനുഷ്യ ജീവിതത്തിൽ ഇഷ്ടം തോന്നുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ തന്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും അന്യോന്യം സന്തോഷിക്കുവാനിടയാകട്ടെ. കരുണയുള്ള തന്റെ വലതു കൈ നിങ്ങളുടെ മേലാവസിപ്പിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കർസായുടെ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ സൂയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്നും ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് നോഹയോടും മക്കളോടും കൽപ്പിച്ചുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച വാഴ്വ് നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ഐശ്വര്യങ്ങളാലും സമ്പാദ്യങ്ങളാലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ആ പാപിനിയോടെന്നതുപോലെ ദൈവം നിങ്ങളുടെ ഗുണങ്ങളും പാപങ്ങളും ക്ഷമിക്കട്ടെ. വലതു ഭാഗത്തെ കളനെ പോലെ നിങ്ങളും സ്വർഗീയ രാജ്യത്തിന് അവകാശികളായി തീരട്ടെ. നമ്മുടെ വാങ്ങിപ്പോയവർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങിയ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിക്കാം. ഈതൻ തോട്ടവിധാതാവേ, ഈയാടൻ യുവമണവാളൻ, സുഗരമാം നിൻ ഉദ്യാന കുളിർത്തന്നൽ വീശിക്കന്മേൽ ശ്രീവായാലവദാസധനം പീഡകളാത്തിയുമേ സ്വർഗീൻ മണവർ തീർത്തു നിന്റെ ക്ഷണമേ. ആർദ്രതയേറും വാതിൽ തുറന്നേ യാചന കേട്ടി ആത്മാക്കൾ മേൽ കൃപ ചൊരിയണമേ. ശിരസിൽ ചൂടിടും മകുടങ്ങളയും വലതുകരം നീട്ടി ദമ്പതികൾ തൻ നാമം ചൊല്ലി ആശീസകണം. ലോകത്തിവരുടെ കാലം വാഴ്വാർ നേടണം. പാവനമാതാശുദ്ധവിവരം
കിന്നരമേന്തി സുതപാടിയിടാനായി ഇവരുടെ വദനമുതിർക്കും കാലം വാഴ്ത്തിടണമേ നീ. സർവം ശ്രദ്ധിച്ചഭ്യർത്ഥനൈ കൈക്കൊള്ളുന്നോനേ, പ്രാർത്ഥന കേട്ടി ആത്മാക്കളിൽ കൃപയുണ്ടാകേണമേ. വാത്സല്യ സഹോദരങ്ങളെ, നാം ഏവരും ദൈവസന്നിധിയിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണദോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവീകന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും സ്ലീബായുടെയും വിശുദ്ധ ഏവൻഗേലിയോന്റെയും ഈ സമൂഹത്തിന്റെയും മുൻപാകെയാകുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. മനോഗതങ്ങൾ അറിയാത്തവന്റെ അല്ല, അറിയുന്നവന്റെ സന്നിധിയിൽ അത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാൻ അതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമർത്ഥമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യകാമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആചരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം കർത്താവ് ഈശോ മിശിഹായുടെ വലതു കൈ നാം എല്ലാവരിലും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങളെല്ലാവരോടും ഉള്ളതാകുന്നു എന്നറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണനെ പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി അവൾ അവന്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചു പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും ഇപ്പോൾ വിവാഹിതരായ ഈ നമ്മുടെ മക്കളെയും ദൈവം അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തട്ടെ. കർത്താവേ, ബലഹീനതയുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ഓശോ വബകൂലു സുബാലവൽമീൻ കുറിയലായിസോൻ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ലിൻജോയും ജിൻസിയും തമ്മിലുള്ള വിവാഹ കൂദാശ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ മദ്ബഹ സാക്ഷിയാക്കി ഇവർ ആരംഭിച്ച ഈ പുതിയ കുടുംബജീവിതം ഏറെ അനുഗ്രഹപ്രദമാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ പോലെ മറ്റൊരു തിരുക്കുടുംബം രൂപപ്പെടുത്തുവാൻ ദൈവം ഇവരെ അനുഗ്രഹിക്കട്ടെ.
ചടങ്ങുകൾക്ക് ശേഷം വധുവരന്മാർ ഉടനെ തന്നെ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. സോ കൈൻഡ്ലി റിമൈൻ സീറ്റഡ് ആൻഡ് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ലിൻജോയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ജിൻസിയും തമ്മിലുള്ള വിവാഹം ദേവാലയത്തിൽ വെച്ച് പൂർത്തിയായി. തുടർന്ന് ക്ഷണിക്കപ്പെട്ട എല്ലാവർക്കും ഇവിടെ പ്രത്യേകമായിട്ടുള്ള റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്ന ഈ വേളയിൽ ഒരു പുതിയ കുടുംബജീവിതത്തിലേക്ക് പ്രവേശനം കുറിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ലിൻജോയ്ക്കും ജിൻസിക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധമായ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു. ദേവാലയത്തിൽ വെച്ച് സൂചിപ്പിച്ചതുപോലെ അനേകർക്ക് മാതൃക നൽകുന്ന ഒരു കുടുംബജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഇന്ന് പലരും തിരഞ്ഞെടുക്കാൻ മടിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ ഒരു വിളി സ്വീകരിച്ചത് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പ്രിയപ്പെട്ട ലിൻജോയും ജിൻസിയും ചേർന്ന് ഒരുമിച്ച് പാനം ചെയ്തുകൊണ്ട് അവരുടെ ജീവിതയാത്ര ഇവിടെ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ജീവിതത്തിൻ്റെ സുഖത്തിലും സന്തോഷത്തിലുമൊക്കെ ഇവർ ഇനി രണ്ടല്ല ഒന്നാണ് എന്ന് സൂചിപ്പിക്കുവാനായിട്ട് ഇവർ ഒരുമിച്ച് ഇപ്പോൾ പാനം ഈ പ്രിയപ്പെട്ട ലിൻജോയ്ക്കും ജിൻസിക്കും ദൈവം തന്ന അനുഗ്രഹങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. രണ്ട് കുടുംബങ്ങളെ യോജിപ്പിച്ച് ഈ പ്രിയപ്പെട്ട മക്കൾക്ക് അനുഗ്രഹവും കുടുംബത്തിന് വാഴവും നൽകിയ ഈ പ്രധാനപ്പെട്ട ദിവസത്തെ ദൈവമേ നീ നന്ദിയോടെ ഓർക്കുന്നു. ദൈവമേ എന്നും അങ്ങയുടെ മുമ്പിൽ വിശ്വസ്തരായി നിൽക്കുവാൻ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് സാധിക്കുകയും ഞങ്ങൾ ഓരോരുത്തരും ദൈവമേ കരുണയുള്ളവരാകുവാനും അങ്ങയുടെ മുമ്പിൽ അങ്ങയുടെ കരുണ ആവോളം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടവരുത്തുമാറാകണമേ. പരിശുദ്ധ അമ്മേ മാതാവേ വിശുദ്ധന്മാരുടെ ഗണങ്ങളെ ഞങ്ങൾക്കോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് മുമ്പിലിരിക്കുന്ന ആഹാര സാധനങ്ങളെ വാഴ്ത്തി ശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് അത് നന്മയ്ക്കും കൃപയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരട്ടെ. പരിശുദ്ധ അമ്മയുടെയും സർവവിശുദ്ധന്മാരുടെയും മധ്യസ്ഥയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീക്കും. ഈ മകൾ ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ പേരിശ്ശേരി വലിയ പള്ളിയിൽ നടത്തുന്ന ആല പേരിശ്ശേരി MGM സൺഡേ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാവ് സൺഡേ സ്കൂളിലെ ടീച്ചറാണ്. മർത്തമറിയൻ സമാജത്തിലെ ആക്റ്റീവ് മെമ്പറാണ്. അങ്ങനെ എല്ലാവിധത്തിലും ഇടവകയുമായി നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഒരു ഫാമിലിയാണ്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഇതായിട്ട് ഈ മകൾക്കും മകനും സത്യവേദ പുസ്തകം കൊടുക്കുന്നു. വിശുദ്ധ ബൈബിളിൽ പറയുന്നു, മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. അവളെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്നിവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായിരിക്കും. വൺസ് അഗൈൻ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ഫ്രം ഓൾ ഓഫ് us. ഇവരെ രണ്ടുപേരെയും നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. എന്നാലും ഇവരെ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ ഗ്രൂപ്പ് മിസ്റ്റർ ലിൻജോ മാത്യു അസൻ മെമ്മോറിയൽ കോളേജ് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc ഹോട്ടൽ മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ അൽഫദൻ പ്രോപ്പർട്ടീസ് ദുബായിൽ പേഴ്സണൽ അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്നു. ആൻഡ് അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ് മിസ്സസ് ജിൻസി മരിയം ജോർജ് കുട്ടി ഭാരതി വിദ്യാപീഠ് കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്ന് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അൽസേറ ഹോസ്പിറ്റൽ സൗദിയിൽ സ്റ്റാഫ് നഴ്സായി വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ ദിവസം
ഇവരെ പോലെ തന്നെ അല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമായിരിക്കും. ആദ്യമായി വരന്റെ കുടുംബത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ലിൻജോ ചേച്ചന്റെ മാതാപിതാക്കൾ മിസ്റ്റർ എൻജി മാത്യു ആൻഡ് മിസസ് അന്നമ്മ ആൻഡ് ഹിസ് സിബ്ലിംഗ് മിസസ് ലീജ അന്ന മാത്യു. ചേച്ചി റോക്കറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്യുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ രാജോസ് തോമസ് ഫെർലിബ്രൂക്ക് ലാബ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഫീൽഡ് ആപ്ലിക്കേഷൻ മാനേജറായി വർക്ക് ചെയ്യുന്നു. ഇനി വധുവിന്റെ കുടുംബത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ചേച്ചിയുടെ മാതാപിതാക്കൾ മിസ്റ്റർ ജോർജ് കുട്ടി ആൻഡ് മിസസ് സാലി ജോർജ് കുട്ടി, സിബ്ലിംഗ് ജിൻസൺ കെ ജോർജ് കുട്ടി. അദ്ദേഹം ഷിപ്പ് കേരളത്തെ വർക്ക് ചെയ്യുന്നു. പ്രാർത്ഥനകൾ കൊണ്ടും ആശംസകൾ കൊണ്ടും ഈ മംഗളകർമ്മത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ ഫാമിലിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻ ഫോർ ദ ബിഗ്ഗസ്റ്റ് ഡേ ഓഫ് യുവർ ലൈഫ്. I
choices, how to be brave. How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. Time stands still. Beauty in all she is. I will be brave. I will not let anything take away what's standing in front of me. Every breath, every hour has come to this. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. One step closer. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. I found a love for me. Darling, just dive right in and follow my lead. Well, I found a girl.
പ്രശംസിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും ആമേൻ. എപ്പോഴെപ്പോഴും ഞങ്ങൾ മനസ്സിലേക്കും തമ്പുരാനോട് യേശുവേ ആമേൻ. Islam sa kawas, yung may nagpapangak namin, yung pangak namin, yung namin yung sa mga atin. Kaya ganyan po yan, kaya ito po sa mga atin. Yesu na po yun. In your eyes, baby, I'm dancing in the dark with you between my arms. When I saw you in that dress, looking so beautiful, I don't deserve this. Darling, you look perfect tonight. Baby, tonight.